ഇസ്ലാമിലെ പ്രബല വിഭാഗമായ സുന്നികളുടെ മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായിട്ട് ഇന്നേക്ക് 100 വർഷം. മതപ്രബോധനത്തിനും വിശ്വാസ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകുന്ന സംഘടന 100 വയസ്സ് തികയുമ്പോൾ സമുദായ വളർച്ചയ്ക്ക് വഴികാട്ടിയായി കരുത്താർജിച്ചിട്ടുണ്ട്. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ രൂപീകൃതമായ സംഘടന 1989 പിളർന്ന് രണ്ടായെങ്കിലും ഇന്ന് ഐക്യപ്പെടാനുള്ള ശ്രമങ്ങളിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാരമ്പര്യ ഇസ്ലാം വിശ്വാസികൾക്കിടയിൽ ഭിന്ന ആശയക്കാർ കടന്നുകയറാൻ ശ്രമം ആരംഭിച്ചതോടെയാണ് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സുന്നി മത പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു ആദ്യ അധ്യക്ഷൻ. മതപ്രബോധനം, വിശ്വാസ സംരക്ഷണം, മതവിദ്യാഭ്യാസം, അധർമ്മങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ 5 ലക്ഷ്യങ്ങളാണ് സംഘടന പ്രഖ്യാപിച്ചത്. ഈ ലക്ഷ്യങ്ങൾക്കായി സമസ്തയ്ക്കു കീഴിൽ സുന്നി യുവജന സംഘം, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി വിവിധ സംഘടനകളും പ്രവർത്തിച്ചു വരുന്നു. മതപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമുദായിക ഐക്യം നിലനിർത്താൻ നിർണായക പങ്കുവഹിക്കാനും സമസ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംഘടന വിമർശനങ്ങളും നേരിടുന്നുണ്ട്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ കാരണം സമസ്തയുടെ ഇടപെടലുകളാണ്. ഈ കാലങ്ങളിൽ തീവ്ര നിലപാടുകളുമായി വന്നവരെയും സമസ്ത നിർവീര്യമാക്കി. 1989 സംഘടനയിലുണ്ടായ പിളർപ്പ് സമസ്തയെ രണ്ടാക്കിയെങ്കിലും ഇരുവിഭാഗവും ശക്തരായി നിലനിൽക്കുന്നു എന്നത് സംഘടനയുടെ ശക്തിയാണ് തെളിയിക്കുന്നത്. EK അബൂബക്കർ മുസ്ലിയാരുടെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ രണ്ടായി പോയ സംഘടന സുന്നി വിശ്വാസികൾക്കിടയിൽ ഇന്നും വേദനയാണ്. പിളർപ്പുകാലത്തെ വൈരം മറന്ന് ഐക്യപ്പെടാനാണ് ഇന്ന് ഇരുവിഭാഗത്തിന്റെയും മനസ്സു പറയുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന 100-ാം വാർഷിക സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിതുമ്പിയതും ഇതിനു തെളിവാണ്. ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കാര്യത്തിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കാണത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നതിന്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. പിളർന്നതിന്റെ വേദനയിൽ പിടഞ്ഞ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിതുമ്പിയപ്പോൾ EK വിഭാഗം സമസ്തയിലും നൊമ്പരക്കാറ്റുണ്ടായിട്ടുണ്ട്. രണ്ടു സംഘടനയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് വിഭാഗങ്ങളോടുള്ള സമീപനത്തിൽ ഒരേ നിലപാട് തന്നെയാണ് ഇരു കൂട്ടർക്കുമുള്ളത്. ഒരേ നിലപാടുള്ളവർ എന്തിന് രണ്ടു വഴിയിൽ സഞ്ചരിക്കണമെന്ന ചോദ്യവും ഇരു കൂട്ടർക്കുമിടയിൽ ഉയർന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരിക്കൽ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഐക്യ ചർച്ച 100-ാം വാർഷിക വേളയിൽ വീണ്ടും സജീവമാവുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.